ഭൂമിയിലെ വരണ്ട ഭൂപ്രദേശങ്ങളിൽ ഭൂരിഭാഗം വാസയോഗ്യമല്ല. വരണ്ട മരുഭൂമികൾ, തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ അല്ലെങ്കിൽ പരുക്കൻ പർവ്വതങ്ങൾ എന്നിവയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 13% മാത്രമേ കൃഷിയെ പിന്തുണയ്ക്കാൻ കഴിയൂ. ഭൂമിയിൽ മനുഷ്യജീവനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന പല സ്ഥലങ്ങളും ശക്തമായ ചുഴലിക്കാറ്റുകൾ, സുനാമി, ചുഴലിക്കാറ്റുകൾ, കാട്ടുതീ, ചുഴലിപ്പൊടികൾ, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, പൊടിക്കാറ്റുകൾ, ഹിമപാതങ്ങൾ, കടുത്ത മഞ്ഞുകാറ്റ് തുടങ്ങിയവ പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ക്രിസ്തു ഭൂമിയെ പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവിടുത്തെ വരവിന് മുമ്പുള്ള യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യൻ്റെ ദുർഭരണം എന്നിവയുടെ പാരിസ്ഥിതിക നാശത്തെ സുഖപ്പെടുത്തുകയും ഏദൻ തോട്ടത്തിൽ നിലനിന്നിരുന്ന പൂർണ്ണതയുള്ള പരിസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ദൈവമക്കളുടെ വെളിപ്പെടുത്തലും മുഴുവൻ സൃഷ്ടിയെയും ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. ഗ്രഹത്തിൻ്റെ വരാനിരിക്കുന്ന ഈ പരിവർത്തനയെക്കുറിച്ച് ബൈബിൾ മറ്റെന്താണ് വെളിപ്പെടുത്തുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 33 മുതൽ 35% വരെ ഫലത്തിൽ വാസയോഗ്യമല്ലാത്ത മരുഭൂമിയാണ്. ഏറ്റവും വലുത് അന്റാർട്ടിക്കയിലെ ധ്രുവ മരുഭൂമി 5.4 ദശലക്ഷം ചതുരശ്ര മൈൽ തരിശുഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഏറ്റവും അധികം ചൂടുള്ള മരുഭൂമി ആഫ്രിക്കയിലെ സഹാറയാണ്. അവിശ്വസനീയമാം വിധം 9.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് ചൈനയുടെ അതേ വലിപ്പവും ഭൂമിയുടെ കരവിസ്തൃതിയുടെ ആകെ 8% വരും. ഈ മാറ്റം മികായുടെ പ്രവചനം നിവർത്തിക്കും. ഒരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്യവൃക്ഷത്തിൻ്റെ കീഴിലും ഇരിക്കും. ആളുകൾക്ക് സ്വന്തമായി ഭൂമി കൈവശപ്പെടുത്താനുള്ള കഴിവ് ലഭിക്കും. അതൊരു നല്ല സാമ്പത്തിക സ്വാധീനം ചെലുത്തും. കൃഷിയോഗ്യവും ഫലഭൂയിഷ്ഠവുമായ ഭൂമിയും എല്ലാവരുടെ ക്ഷേമത്തിൽ യഥാർത്ഥ ശ്രദ്ധയുള്ള ദൈവരാജ്യത്തിൽ വിശപ്പ്, ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.